നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞല്ലേ, ഈ +1 തുടങ്ങിയ സമയത്ത് തുടക്കത്തിൽ നമ്മൾ കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ്, ചെറിയ കോൺസെപ്റ്റുകൾ നമ്മൾ അതിൽ കണ്ടു. സെക്കൻഡ് ചാപ്റ്റർ എത്തിയപ്പോഴത്തേക്കോ നമ്മളൊരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെയാണ് ഒരു ആറ്റത്തിനുള്ളിൽ ന്യൂട്രോൺസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഒരുപാട് എലമെന്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു പീരിയോഡിക് ടേബിളിലോട്ട് എത്തി അല്ലേ. ആ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ഓരോ എലമെന്റ്സും അറേഞ്ച് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് വരുന്ന കേസിൽ അവിടെയുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഒരു പീരീഡ് വരുന്ന കേസിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു കോമ്പൗണ്ട് വരുമ്പം അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നാണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ കണ്ടത് അല്ലേ. ഇപ്പം വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്ത് വരും, അതേപോലെ മീഥെയിൻ CH4ൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും, ഇതെല്ലാം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ. അപ്പം നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കുമ്പം ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ 6th ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇതിനെ കുറിച്ചാണ്, കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്, ഒരു ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ തെർമോഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വെച്ച് എങ്ങനെ നമുക്ക് ഓരോ ടേംസും ഡിഫൈൻ ചെയ്യാം. നമ്മളിവിടെ കുറേ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടേം കാണും, ഒരുപാട് ഫങ്ഷൻസ് കാണും. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു തെർമോഡൈനാമിക്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത്രയും നാൾ കണ്ടു വന്നിട്ട് ഒരു കണ്ടിന്യൂറ്റി ഇവിടെ കാണില്ല. ഇത് പുതിയതായിട്ട് നമ്മൾ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം അല്ലേ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു റിയാക്ഷൻ എഴുതുമ്പം ആരൊക്കെ എഴുതും, റിയാക്റ്റൻസ് എഴുതും, അതിൻ്റെ അകത്ത് റിയാക്ഷൻ കഴിഞ്ഞ് എഴുതുന്ന പ്രോഡക്റ്റ് എഴുതും. അപ്പം നമ്മൾ ഈ ഒരു റിയാക്റ്റൻ്റ് വെച്ച് പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത്, ആ ഒരു റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് മെക്കാനിസംസ് നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ മിക്ക കോമ്പൗണ്ട്സിൽ എന്തായിരിക്കും, ബോണ്ട് ബ്രേക്ക് ആവും, നിലവിലുള്ള ബോണ്ട്സ് ബ്രേക്ക് ആവും. അതിനുശേഷം ആ ഒരു റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാറ്റലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അത് തന്നെ അല്ലെങ്കിൽ ഒരു ഹീറ്റ് യൂസ് ചെയ്തോ എന്ത് സംഭവിക്കും, പുതിയ ബോണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമെല്ലാം കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് തെർമോഡൈനാമിക്സ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം.